നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. പ്രകാശേട്ടാ, ദേ ഒരു കാറ് വന്ന് നിൽക്കുന്നു. ആരാ നോക്കിയേ? നിനക്കൊന്നും അങ്ങോട്ട് നോക്കിക്കൂടെ? ഞാൻ പേപ്പറിലെ ഒരു ന്യൂസ് വായിക്ക. എന്നാ പിന്നെ അരി വാർക്കാതെ കഞ്ഞിയായി പാത്രത്തിലാക്കി തരാം. ഇന്ന് ഓഫീസിൽ പോയി കഞ്ഞി കുടിച്ചാ മതി. എനിക്കേ ഇവിടെ 100 കൂട്ടം പണികളുണ്ട്. നമ്മുടെ തെരുവോരങ്ങളിലുള്ള പരസ്യ ബോർഡുകളും ബാനറുകളും ഒക്കെ കോടതി ഉത്തരവിനെ തുടർന്ന് മാറ്റില്ലേ? പ്രകാശേട്ടാ, അതൊക്കെ പിന്നെ വായിക്കാലോ. ദേ ആരോ വരുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ചെറിയ മുഖപരിചയം. ഇനിയിപ്പോ തട്ടിപ്പുകാരും പിരിവുകാരും ഒന്നും ആവരുതേ എന്റെ ഈശ്വര. പിന്നെ പിരിവുകാരല്ലേ ബെൻസ് കാറിൽ വരിക. അതെ, ഞാൻ അടുക്കളയിലേക്ക് പോവാ. പ്രകാശേട്ടൻ തന്നെ അയാളോട് സംസാരിച്ചാ മതി. ഹലോ നിഷ ചേച്ചി, ഒരാൾ വീട്ടിൽ വന്ന് കേറുമ്പോ അകത്തേക്ക് പോവാ. പ്രകാശേട്ടാ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാന്ന്. അല്ല, അതിപ്പോ കുറച്ചായിട്ടേ ഒരു ചെറിയ മറവി രോഗമുണ്ട്. ഞങ്ങൾക്ക് രണ്ടാക്കും. പ്രകാശേട്ടാ, ദേ എന്നെ അതിൽ പെടുത്തണ്ടാട്ടോ. അൽഷിമേഴ്സ് വരാതെയും ശ്രദ്ധിക്കണം, എന്നാലും അതിനേക്കാൾ ശ്രദ്ധിക്കണം. അല്ല, എനിക്ക് മനസ്സിലായില്ല, ഈ രോഗത്തിന്റെ കണക്കെടുക്കാൻ വന്ന വല്ല ഡോക്ടർമാരെങ്ങനാണോ? പ്രകാശേട്ടൻ സൂക്ഷിച്ചു നോക്ക്. ഈ ഹരി ഇത്രയും മറന്നോ? ഹരി? ആ, നമ്മുടെ ഉള്ളാട്ടിലെ അത് തന്നെ, ഗോപിനാഥൻ നായരുടെ മൂത്ത അല്ലേ? ദൈവം സഹായിച്ച് അച്ഛനും അമ്മയും അത് തന്നെയാ ഇപ്പോഴും. എന്താ ഹരി? ഛേ, എന്നാലും ഹരിയെ ഓർമ്മ വന്നില്ലല്ലോ. സാരില്ല, ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ടേ 6 കൊല്ലായല്ലോ. ഞാൻ 1-2 പ്രാവശ്യം നിന്നെപ്പറ്റി ചോദിച്ചിരുന്നു ഗോപിയേട്ടനോട്. ബാംഗ്ലൂരിലാന്ന് പറഞ്ഞു. അല്ല ഹരി, നല്ല ആൽബങ്ങളൊക്കെ ഇറക്കിയിരുന്നില്ലേ? പിന്നെ എന്തേ ബാംഗ്ലൂർക്ക് പോയത്? സിമ്പിൾ, ആൽബം ഇറക്കി ഇവിടെ ജീവിക്കാൻ കഴിയാഞ്ഞിട്ട്. ആൽബങ്ങളും പാട്ടുകളൊക്കെ ഇപ്പൊ ആർക്ക് വേണം? പക്ഷേ നിനക്ക് നല്ല മ്യൂസിക് സെൻസ് ഉണ്ടായിരുന്നല്ലോ. ഓർക്കസ്ട്ര ട്രൂപ്പിലൊക്കെ ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നല്ലോ. അതൊക്കെ ഒരു കഥയാണേ. ഹരി, നീ ഇരിക്ക്, ഞാൻ എന്തായാലും ചായ കൊണ്ടുവരാം. നല്ല കാര്യം. അല്ല, നിനക്കവിടെ സുഖല്ലേ ഹരി? പരമസുഖം. ഇത്രയും നല്ല കാറൊക്കെ ഉണ്ടായിട്ട് മനസ്സിലെന്താ ഒരു സന്തോഷമില്ലാത്തത്? എനിക്ക് ബാംഗ്ലൂരില് കൂലിപ്പണിയാ പ്രകാശേട്ടാ. കൂലിപ്പണിയോ? അതിനെന്തിനാ ബാംഗ്ലൂരിൽ പോണത് കൂലിപ്പണിക്ക്? ഞാൻ നന്നായി പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന ഹരിയേട്ടന് അറിയാലോ. ആ, ദാ ഇനി ചായ കുടിച്ചിട്ടാവാ സംസാരം. ഇത്രയും വന്നോ? എനിക്കുണ്ടോ ചായ? നിങ്ങൾക്കേ ഞാൻ നേരത്തെ വാർത്ത വെച്ച കഞ്ഞി തരാട്ടോ. നിഷച്ചേച്ചിയും കേക്കണം. ഇപ്പോ 4-5 കൊല്ലായിട്ട് അന്യഭാഷാ ചിത്രങ്ങൾക്ക് സംഗീതം കൊടുക്കല ഈ ഹരിയുടെ പണി. അല്ല, അതിനാണോ നീ ഈ കൂലിപ്പണി എന്ന് പറഞ്ഞത്? അല്ല ഹരി, എന്നിട്ട് നിന്റെ പേരൊന്നും കണ്ടില്ലല്ലോ പേപ്പറിലും പരസ്യങ്ങളിലും ഒന്നും. അതല്ലേ കൂലിപ്പണി എന്ന് പറഞ്ഞത്. ഒരു പാട്ടിന് ഓർക്കസ്ട്ര ചെയ്ത 50,000-ഉം 1,00,000 ഒക്കെ കിട്ടും. 1 ലക്ഷം? ആ, 1 ലക്ഷം രൂപ ഒരു പാട്ടിനോ? എന്നാ പിന്നെ 10-12 പാട്ടുകൾ ചെയ്ത 12 ലക്ഷം രൂപ കയ്യിൽ വരില്ലേ? അല്ല പ്രകാശേട്ടാ, എന്തിനാ 12 നിർത്തിയേ? പണ്ടത്തെ ചില സിനിമകളിലുള്ള മാതിരി 15-20 ആക്കിക്കൂടെ? പ്രകാശേട്ടന് ഈ മണ്ടത്തരം പറയാതിരുന്നൂടെ? അതെ, നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുന്നു, പണം വാങ്ങുന്നു, അത്ര തന്നെ. അല്ല, നമുക്ക് പണം കിട്ടിയാ പോരെ? അതെ പ്രകാശേട്ടാ, ഒരു കലാകാരന്റെ വിഷമം കല അടുത്തു കൂടി പോവാത്ത പ്രകാശേട്ടന് ഒരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ അട്ടക്കി പറയണ്ട, ഞാനും ചെറിയൊരു കലാകാരനാണ്. പേരും പെരുമയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പോ സിനിമക്കാർക്ക് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? മാർക്കറ്റ് പോയിട്ട് സാധനം വാങ്ങാൻ പറ്റുമോ? ആളുകൾ പൊതിയല്ലേ? അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോ ഹരിക്ക് സുഖല്ലേ? ആരും അറിയില്ലല്ലോ. പ്രകാശേട്ടാ എന്താ? അതെ നിഷ ചേച്ചി, പറയ് ഹരി. ഈ കൂലിക്ക് പണിയെടുത്ത് മടുത്തു. ഒരു സിനിമയുടെ പോസ്റ്ററിലും ഈ ഹരിയുടെ പേരില്ല. 10-40 സിനിമയ്ക്ക് കമ്പോസ് ചെയ്തു. ഒരൊറ്റ സിനിമയുടെ പോസ്റ്ററിലും ഈ ഹരിയുടെ പേരില്ല. ഹരിയുടെ വിഷമം എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അതെന്താ ഈ മുമ്പ് സിനിമ എടുത്തിരുന്നു? വേണ്ട വേണ്ട. അല്ല, ഈ നേരത്തെ ഞാൻ കലാകാരനല്ല നടന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ നാട്ടിലെത്തിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അതിനിടയ്ക്ക് എത്ര ഫോൺ കോളാ വന്നതെന്നറിയോ? ഞാൻ എടുക്കാൻ പോയില്ല, കൂലിയെഴുത്ത് മടുത്തു. അല്ല, നാട്ടിൽ ഈ പണി ചെയ്ത പൈസ കുറച്ചല്ലേ കിട്ടൂ? പക്ഷേ അംഗീകാരമുണ്ടല്ലോ. ഈ ന്യൂജൻ സിനിമകളിലെ പാട്ടൊക്കെ ആര് കേൾക്കുന്നു? പണ്ടത്തെ പാട്ടിന്റെ വരികള് എല്ലാവർക്കും കാണാപ്പാടല്ലേ? എനിക്ക് ഓർമ്മക്കുറവ് വരാൻ തന്നെ കാരണം പുതിയ പാട്ടുകൾ കേട്ടിട്ടാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഹരി, പ്രകാശേട്ടനോട് നീ കുറച്ചു നേരം കൂടെ സംസാരിച്ച ബാംഗ്ലൂർക്ക് തന്നെ തിരിച്ചു പോവും. കറക്റ്റ്. പഴയ പണി മടുപ്പില്ലാണ്ട് ചെയ്യുകയും ചെയ്യും.
നിഷ ചേച്ചി പറഞ്ഞതിലും കാര്യമില്ലാതില്ല. പിന്നല്ലാണ്ടേ. ഹരി പോലെ ഹരി, നിക്ക്. ഇത് ഞാൻ പറയട്ടെ, ഒരു പാട്ടിന് 1 ലക്ഷം, 15 പാട്ടിന് 15 ലക്ഷം. എന്റെ മനുഷ്യ. ഹരി പോലെ, ഇയൊന്നും മിണ്ടല്ലേ ഹരി. ഹരി. കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. രചന സി കൃഷ്ണകുമാർ, ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ്, ശ്രുതി. ഈ പരിപാടി സമർപ്പിച്ചത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.